ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അക്വേറിയം പ്ലാന്റിനെ പറ്റിയും അക്വേറിയം പ്ലാന്റിൽ ഉപയോഗിക്കുന്ന CO2 പറ്റിയും മനസ്സിലാക്കാം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സിട്രിക് ആസിഡും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അപ്പക്കാരവും ഉപയോഗിച്ച് എങ്ങനെ അക്വേറിയത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം എന്നതാണ്. ഒരു പ്ലാന്റഡ് അക്വേറിയം നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു CO2 അത്യാവശ്യമാണ്. കാരണം CO2 ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അക്വേറിയത്തിൽ ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ നന്നായി വളരുകയും ആരോഗ്യത്തോടെ നിൽക്കുകയും ചെയ്യുകയുള്ളൂ. അതിനായി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചുള്ള DIY CO2 സിസ്റ്റം. ഇത് വളരെ ചെറിയ ചിലവിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ ചിലവിൽ വലിയ റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ സിട്രിക് ആസിഡ് അപ്പക്കാരം CO2 സിസ്റ്റം. നിങ്ങളുടെ പ്ലാന്റഡ് അക്വേറിയത്തിലെ ചെടികൾ നല്ല പച്ചപ്പോടെയും ആരോഗ്യത്തോടെയും വളരാൻ ഇത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അക്വേറിയത്തിലൊരു CO2 ഡ്രോപ്പ് ചെക്കർ കൂടി വെക്കേണ്ടതുണ്ട്. കാരണം അക്വേറിയത്തിൽ നമ്മൾ കൊടുക്കുന്ന CO2 അമിതമായി വെള്ളത്തിൽ ലയിച്ചു ചേർന്നാൽ അക്വേറിയത്തിലെ മീനുകളുടെ മരണത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് CO2 കൺട്രോൾ ചെയ്യാനായി ഒരു ഡ്രോപ്പ് ചെക്കർ കൂടി നിങ്ങൾ വെക്കേണ്ടതുണ്ട്. DIY CO2 സിസ്റ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ബൈ ബൈ.